റിട്ടയേർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ തോട്ടുവ ഇലഞ്ഞിമറ്റത്തിൽ ഡോക്ടർ ഇ.എം. ജോസഫിന്റെ വീട്ടിലാണ് തിങ്കളാഴ്ച രാത്രിയിൽ മോഷണം നടന്നത്. ഒരു പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഇ.എം. ജോസഫിന്റെ വീട്ടിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ ഡോക്ടർ ഇ.എം. ജോസഫിന്റെ സഹോദരൻ പൂവരണിയിൽ താമസിക്കുന്ന സെബാസ്റ്റ്യൻ ഇ. മാത്യുവിന്റെ സ്വർണ്ണാഭരണങ്ങളും പണവുമാണ് നഷ്ടപ്പെട്ടത്. ഡോക്ടർ ഇ.എം. ജോസഫിന്റെ വീട്ടിൽ ഭാര്യ ഷേർലിയോടും മക്കളായ ജൂലിയൻ, അഞ്ജന, മാതാവ് ഏലിയാമ്മ മാത്യു എന്നിവരോടുമൊപ്പമാണ് പൂവരണിയിൽ നിന്നും സെബാസ്റ്റ്യൻ ഇ. മാത്യു എത്തിച്ചേർന്നത്. ഇവരെത്തിയ കാർ ഡോക്ടർ ഇ.എം. ജോസഫിന്റെ വീട്ടുമുറ്റത്ത് തന്നെ പാർക്ക് ചെയ്യുകയായിരുന്നു. കാറിന്റെ ഡിക്കി അടക്കം ലോക്ക് ചെയ്യാത്ത സാഹചര്യത്തിലുമായിരുന്നു. കാറിന്റെ പിൻസീറ്റിന് പുറകിലായാണ് ബാഗിൽ വച്ചിരുന്ന രീതിയിൽ സ്വർണവും പണവും സൂക്ഷിച്ചിരുന്നത്. കുടുംബ സംഗമ ആഘോഷം വൈകിയാൽ പിറ്റേന്ന് തിരികെ പോവേണ്ട ക്രമീകരണത്തിന് മുന്നോടിയായി വീട്ടിൽ വെച്ചിരുന്നാൽ സ്വർണം മോഷണം പോയെങ്കിലോ എന്ന മുൻകരുതൽ നടപടിയുമായാണ് വീട്ടിലുണ്ടായിരുന്ന 7 പവനോളം സ്വർണ്ണാഭരണങ്ങളും 30,000 രൂപയും ബാഗിൽ സൂക്ഷിച്ചിരുന്നത്. ബാഗിന്റെ 2 കള്ളികളിലായാണ് രൂപ സൂക്ഷിച്ചിരുന്നത്. ഒരു കളിയിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപയാണ് മോഷ്ടിക്കപ്പെട്ടത്. എന്നാൽ മറ്റൊരു വലിപ്പിലുണ്ടായിരുന്ന 10,000 രൂപ മോഷണം പോയിട്ടില്ല. വജ്രമോതിരം അടക്കമുള്ള 7 പവന്റെ ആഭരണങ്ങളാണ് മോഷണം പോയത്. ആഭരണങ്ങൾ സൂക്ഷിച്ച 2 ചെപ്പുകൾ പിന്നീട് വീട്ടുമുറ്റത്തിന് സമീപത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. 40ഓളം വരുന്ന കുടുംബാംഗങ്ങളും ഇവർക്ക് ഭക്ഷണം എത്തിച്ച കോട്ടയത്തെ സ്വകാര്യ കാറ്ററിംഗ് സർവീസിലെ 5 ജീവനക്കാരും മാത്രമാണ് പരിപാടികളിൽ പങ്കെടുത്തത്. 2 അന്യസംസ്ഥാന തൊഴിലാളികളടക്കമുള്ള 5 ജീവനക്കാരാണ് കാറ്ററിംഗ് സർവീസുമായി ബന്ധപ്പെട്ട് സേവനം ചെയ്യുന്നതിനായി വീട്ടിൽ എത്തിച്ചേർന്നിരുന്നതെന്ന് ഡോക്ടർ ഇ.എം. ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാറ്ററിംഗ് സർവീസിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ പോയതിനു ശേഷമാണ് മോഷണം നടന്ന വിവരം കുടുംബാംഗങ്ങൾ അറിയുന്നത്. ഇതേ തുടർന്ന് കാറ്ററിംഗ് സർവീസിലെ മറ്റു ജീവനക്കാരെ പോലീസ് എത്തും വരെ വീട്ടിൽ നിൽക്കാൻ ആവശ്യപ്പെടുകയും അന്യസംസ്ഥാന തൊഴിലാളികളെ തിരികെ സംഭവവുമായി ബന്ധപ്പെട്ട് കാറ്ററിംഗ് സർവീസ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഒറീസ സ്വദേശിയെ കുറവലങ്ങാട് എസ്.ഐ. കെ.എൻ. ഷാജിമോഹന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ ഒറീസ സ്വദേശി അടക്കമുള്ള 5 പേരാണ് കാറ്ററിംഗ് സർവീസ് സ്ഥാപനത്തിൽ നിന്നും സേവനത്തിനായി ഡോക്ടർ ഇ.എം. ജോസഫിന്റെ വീട്ടിൽ എത്തിച്ചേർന്നിരുന്നത്. ആദ്യ ദിവസം തന്നെ ഇവരെക്കുറിച്ച് വ്യക്തമായ സംശയങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ചോദ്യം ചെയ്യുന്നതിനായി പിടികൂടിയപ്പോൾ ഇവർ കുടുംബാംഗങ്ങളോടും മറ്റ് ചോദ്യം ചെയ്യുന്നതിനായി സ്ഥലത്തെത്തിയവരോടും ദേഷ്യപ്പെട്ട സാഹചര്യത്തിൽ ഇവരെക്കുറിച്ചുള്ള സംശയം ബലപ്പെടുകയായിരുന്നു. തുടർന്ന് കോട്ടയത്ത് ഇവർ താമസിക്കുന്ന മുറിയിൽ നിന്നും തൊണ്ടി വസ്തുക്കൾ കണ്ടെടുത്തതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അവര് തറവാട്ടിൽ നിന്ന് വന്നവരാ, അമ്മയും കൊണ്ട് വന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങളെല്ലാം കണ്ട സന്തോഷത്തിന് ഈ ബാഗ് എടുക്കാൻ മറന്നുപോയി. ഈ വണ്ടിയെന്ന് ബാഗ് പുറകെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വണ്ടി കൊണ്ട് ഈ എൻ്റെ ഇളയ അനിയന് ഇവരും അറിയുന്നില്ല ഈ ബാഗ് എടുത്തില്ലെന്നുള്ളവർ. അവൻ നേരെ ഇവിടെ കൊണ്ടുപോയി വണ്ടി ഇവിടെ ഇട്ടു. ആ വണ്ടി അവിടെ കിടക്കുക, അതേ പൊസിഷനിൽ കിടക്കുക. ബാർബിക്യൂന് ഇവിടെ അറേഞ്ച് ചെയ്യും, അതിനോട് കയറുന്നതെന്ന്. ഞങ്ങളെല്ലാവരും ഇവിടെ കേക്ക് മുറിക്കായിട്ട് ഇവിടെ 7 മണി മുതൽ 7:30 വരെ പവർ കട്ടായി. ആ സമയത്ത് എമർജൻസി ലൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്നേരം ഇവർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ പായക്കാർ, ഈ ബാർബിക്യൂക്കാർ 5 പേര്, 2 ഹിന്ദിക്കാരും 3 കോട്ടയംകാരും. നമ്മൾ വേണ്ടപ്പെട്ട ആളിൻ്റെ ആയിരുന്നു ഈ പ്രസ്ഥാനം ബാർബിക്യൂ. അതുകൊണ്ട് അവരെ അറേഞ്ച് ചെയ്തു. ഞങ്ങളെല്ലാം കൂടെ ഒരു 30-40 പേര് താഴെ ഉണ്ടാകുള്ളൂ, പിള്ളേരും എല്ലാവരും കൂടെ 9:30 ഇപ്പോൾ തീരുകയും ചെയ്തു. അവസാനം ഈ കാറ്ററിംഗുകാർ അവരുടെ പരിപാടിയെല്ലാം പൂട്ടിക്കെട്ടി ആദ്യത്തെ 2 ഹിന്ദിക്കാരെയും കൊണ്ട് ഓടമസ്ഥം പോയി. ഓടമസ്ഥം പോയി കഴിഞ്ഞ് പിന്നെ അവർക്ക് അവിടെ ഇതടിച്ചു കൊടുക്കുന്നില്ലേ. ഇവർ പൂട്ടിക്കെട്ടി വന്നപ്പോൾ തന്നെ പുള്ളിക്കാരി ഈ ബാഗിൻ്റെ കാര്യം, അനിയൻ്റെ വൈഫ്, പുള്ളിക്കാരി ഓടിച്ചെന്ന് ഈ ബാഗ് എടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞ് ബാഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ബാഗുണ്ട്, ബാഗ് പോയില്ല. എങ്ങനെയായാലും പുള്ളി പെട്ടെന്ന് ഇത് തുറന്ന് നോക്കി കഴിയുമ്പോൾ സാധനം ഒരു 6-7 പവൻ്റെ സ്വർണ്ണവും 30,000 രൂപയുണ്ട്. 30,000 രൂപയിൽ 10,000 രൂപ വേറൊരു കള്ളിയിലായി. അത് കിട്ടി. ഈ ബാക്കി 20 രൂപയും ഇല്ല. 20 ഞങ്ങൾ എൻ്റെ ബ്രദേഴ്സും എൻ്റെ സ്വന്തം ആൾക്കാരല്ലാതെ പുറത്തുനിന്ന് എൻ്റെ ഫ്രണ്ട്സൊന്നും ആരെയും വിളിച്ചിട്ടില്ല.